തന്നെ പുറത്തേക്ക് എത്തിച്ചത്. ഇതിനുശേഷം നഗരസഭാ കവാടത്തിന് മുന്നിൽ തന്നെ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധം തുടരുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും അറസ്റ്റ് ചെയ്ത് നീക്കിയ കൗൺസിലർമാർ ഇപ്പോൾ നഗരസഭയിലേക്ക് ഇടിച്ചുള്ള ഒരു ശ്രമം നടത്തുന്നു. പോലീസ് വെച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഗ്രില്ലെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ വീണ്ടും നഗരസഭയ്ക്ക് അകത്തേക്ക് കയറാനുള്ള നീക്കമാണ് കൗൺസിലർമാർ ഉൾപ്പെടെ നടത്തുന്നത്. LDFിനെയും UDFിനെയും കൗൺസിലർമാർ ഒരുപോലെ പോലീസിനെ മാറ്റിക്കൊണ്ട് നഗരസഭയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പോലീസ് നഗരസഭയ്ക്ക് അകത്ത് കയറാനുള്ള വാതിൽ അത് ഗ്രില്ലാണ്, ആ ഗ്രില്ല് അടച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുന്നു. കൗൺസിലർമാരെ ഈ അറസ്റ്റ് ചെയ്ത് കയറ്റാതിരിക്കാൻ വേണ്ടിയുള്ള പോലീസ് നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ഈ അംഗങ്ങളും പ്രവർത്തകരും ചേർന്ന് ഇപ്പോൾ വീണ്ടും ഈ നഗരസഭാ കൗൺസിൽ ഹാളിലേക്ക് അല്ലെങ്കിൽ നഗരസഭാ ഓഫീസിനകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നത്. പോലീസ് ഇത് ചേർത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും ലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുമാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പോലീസുമായി LDFിനെയും UDFിനെയും കൗൺസിലർമാരും പ്രവർത്തകരും ഇപ്പോൾ വാക്കേറ്റത്തിലേക്ക് കടക്കുന്നു. പോലീസ് ഇപ്പോൾ അടച്ചിട്ടുള്ള ഗ്രില്ല് അത് തുറന്നു കൗൺസിലർമാരാണ് തങ്ങൾക്ക് നഗരസഭയിലേക്ക് അകത്ത് കയറാനുള്ള അവകാശമുണ്ട്, അത് ആർക്കും ഹനിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ DYFയുടെയും എല്ലാ പ്രവർത്തകർ ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്ന നഗരസഭാ കൗൺസിലിന്റെ നഗരസഭാ ഓഫീസിന് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധം കടത്തിയിരിക്കുന്നു. പ്രതിഷേധക്കാരെ പോലീസ് ഇപ്പോൾ കൗൺസിലർമാർ ഉൾപ്പെടെ പോലീസ് ദൃശ്യങ്ങളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പോലീസ് വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെ എല്ലാവരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. നേരത്തെ ഈ പ്രതിപക്ഷ കൗൺസിലർമാരെ ചെയർപേഴ്സൺ ഓഫീസ്, അതായത് ഇക്ബാൽ അവർക്കിൽ ഇത്ര നേരം പോലീസ് ക്ഷമിച്ചു നിന്നു, പലതവണ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു, പിന്തിരിയാൻ ആവശ്യപ്പെട്ടു. എന്നാൽ LDF UDF അംഗങ്ങൾ പ്രതിഷേധം തുടരുകയായിരുന്നു. അതായത് മണിക്കൂറുകളായി നീണ്ട പ്രതിഷേധത്തിന് ഒടുവിലാണ് ഇപ്പോൾ പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ പ്രതിഷേധത്തിനിടയിൽ 4 കൗൺസിലർമാർക്ക് പരിക്കേറ്റിരുന്നു. LDFിനെയും UDFിനെയും കൗൺസിലർമാർക്ക് പരിക്കേറ്റിരുന്നു. അതിന് പിന്നാലെയാണ് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഈ കൗൺസിലർമാർക്ക് കടന്നത്. അതിനിടയിലാണ് പിന്നീട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടായത്. ഇവരെല്ലാം പുറത്തേക്ക് വന്നതിന് ശേഷം ഇവരോട് പിരിഞ്ഞു പോകാനുള്ള ഒരു നിർദ്ദേശം പോലീസ് നൽകിയിരുന്നു. പക്ഷേ ആ നിർദ്ദേശം പാലിക്കാതെ വന്നതോടുകൂടിയാണ് പിന്നീട് പോലീസ് ഇപ്പോൾ വീണ്ടും ഈ പ്രവർത്തകരെയും അതുപോലെ തന്നെ കൗൺസിലർമാരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിലേക്ക് മാറ്റാനുള്ള ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഏതായാലും കൗൺസിലർമാരെ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല കൗൺസിലർമാർക്കൊപ്പം എത്തിയിട്ടുള്ള LDFിനെയും UDFിനെയും പ്രവർത്തകരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റി സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ്. പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് ഇപ്പോൾ വലിയ രീതിയിലൊരു സുരക്ഷാ സംവിധാനം ഇപ്പോൾ പാലക്കാട് നഗരസഭയ്ക്ക് മുമ്പിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ കൗൺസിലർമാർ പ്രതിപക്ഷ കൗൺസിലർമാരുണ്ട്. അവരെല്ലാം ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസ് ഇപ്പോൾ നേരത്തെ ഇവിടെ നഗരസഭ കവാടത്തിന് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു അനുവാദം നൽകിയിരുന്നു. പക്ഷേ ആ അനുവാദം മറികടന്നുകൊണ്ട് പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭയ്ക്ക് അകത്ത് കയറാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു നീക്കം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. LDFിന്റെയും UDFിന്റെയും കൗൺസിലർമാരില്ലേ ഈ പ്രതിഷേധത്തിൽ? നമുക്ക് കാണാം കൗൺസിലർമാരെ എല്ലാം ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നു. ഏതാനും പോലീസിന്റെ അജണ്ട RSSന്റെ അജണ്ട പോലീസ് നടപ്പിലാക്കാണ്. പോലീസ് അതിന് സപ്പോർട്ടാണ്. RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ പോലീസ് സപ്പോർട്ടാണ്. ഒരു കൗൺസിലർക്ക് മുനിസിപ്പാലിറ്റി പോകാൻ കഴിയില്ല എന്ന് പറ. മുനിസിപ്പാലിറ്റി ഏതാനും പ്രവർത്തകരും കൗൺസിലർമാരും ഇപ്പോൾ പോലീസ് വാഹനത്തിന് മുന്നിലെത്തി ഈ പ്രതിപക്ഷാംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നീക്കം തടയുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി ഇപ്പോൾ ഈ പോലീസ് വാഹനം തടയാനുള്ള നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൂടി പോലീസ് ഇപ്പോൾ മാറ്റി അറസ്റ്റ് ചെയ്ത് പ്രതിപക്ഷ അംഗങ്ങളെ കൊണ്ടുപോകാനുള്ള നീക്കമാണ്. ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നഗരസഭയുടെ ഗേറ്റ് അടയ്ക്കാനുള്ള നീക്കമുണ്ടായി. ആ നീക്കം ഇപ്പോൾ പോലീസ് തടയുന്നു. ഗേറ്റ് തുറന്ന് ഇപ്പോൾ പ്രതിഷേധിച്ചുള്ള പ്രതിപക്ഷ അംഗങ്ങളെ ഇപ്പോൾ പോലീസ് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നിലത്ത് കിടക്കുകയാണ്. പ്രതിപക്ഷ കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നീക്കം തടയാൻ വേണ്ടി ഇപ്പോൾ നഗരസഭയ്ക്ക് മുമ്പിലെ ഗേറ്റിന് മുന്നിലെ റോഡിൽ കിടന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം
തുടരുന്നത്. ഇപ്പോൾ അവരെയെല്ലാം പോലീസ് നീക്കി പ്രതിപക്ഷ അംഗങ്ങളെ കൊണ്ടുപോകാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. ഇപ്പോൾ കൗൺസിലർമാരെ കയറ്റിയ പോലീസ് വാഹനമാണ്. അതിനു മുന്നിലും കൊടികൾ ഉയർത്തിയുള്ള പ്രതിഷേധം നമുക്ക് കാണാം. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പോലീസുകാരെ ഇപ്പോൾ അവിടെ വിന്യസിച്ചിട്ടുമുണ്ട്. പോലീസ് നടപടിയെടുത്തിരിക്കുന്നു. പ്രതിഷേധിച്ച കൗൺസിലർമാരെ ഇപ്പോൾ പൂർണ്ണമായി നീക്കുകയാണ്. പ്രതികരണങ്ങളിലേക്ക്. ഇപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാരെ നീക്കത്തിൽ ഇത് ഇവിടെ BJP ആണോ കേരളം ഭരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നുന്ന സാഹചര്യമാണ് ഈ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പോലീസ് BJPന്റെ ഏജന്റ് ആയിട്ടാണ് പെരുമാറിക്കൊണ്ട്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ പാലക്കാടും കേരളത്തിലും പ്രതിഷേധം ഉണ്ടാവും UDFന്റെ നേതൃത്വത്തിൽ. ഒരു സംശയവും വേണ്ട. BJPയുടെ അച്ചാരം വാങ്ങിയിട്ട് ഇവിടുത്തെ പോലീസുകാർ ആരെങ്കിലും പെരുമാറാനാണ് തീരുമാനമെങ്കിൽ അവരെയും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് ധൈര്യവും. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പേരിടുന്നതിന് ശക്തമായി കോൺഗ്രസും UDF ഒരുമിച്ചുണ്ട്. ഈ കൊലവിളി കൊണ്ടും ഗുണ്ടായിസം കൊണ്ടും കോൺഗ്രസ് ഭയപ്പെടില്ല. കാരണം ബ്രിട്ടീഷുകാരെ തുരത്തിയ പ്രസ്ഥാനമാണ്, പാകിസ്ഥാനെ അടിച്ചമർത്തിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് ഞങ്ങളുടെ സലീന ബീബിയെ തല്ലിച്ചതച്ചു BJP. കാര്യങ്ങൾ പറയുമ്പോൾ അവരെ തല്ലിച്ചതച്ച് MLA ഉൾപ്പെടെ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്.